ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. ആൻഡ് കട്ടിൽ മാറി കിടന്നുകൊണ്ട് വട്ടം കറങ്ങി എപ്പോഴോ ഉറങ്ങി. ആൻഡ് ഇന്ന് ഡേ 2 ആണ് കൊച്ചിയിൽ. ഞാൻ എണീറ്റ് വേഗം റെഡി ആവട്ടെ ഫോർ മൈ ട്രെയിനിങ്. ഇന്നലെ രാത്രി തണുപ്പ് കയറി കൊണ്ടിട്ട് ഇത് പുതയ്ക്കാൻ നല്ല സുഖമാണ്. പക്ഷെ രാവിലെ എണീറ്റ് ഇതൊന്ന് വിരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. തലവണയൊക്കെ വെച്ച് ഞാൻ തലവണയൊക്കെ അവിടെ ഇവിടെ കൊട്ടി കുടഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഷീറ്റ് അത് എന്നെക്കൊണ്ട് തന്നെ പൊക്കാൻ പറ്റുന്നില്ല. അത് എത്ര വിരിച്ചിട്ടും ഒരു മെനയാവാത്ത ഒരു അത് ഈ ബെഡിൻ്റെ അല്ല, ഇങ്ങനത്തെയുള്ള എല്ലാ ബെഡിനും ഇത് തന്നെയാണ് പ്രശ്നം. എത്ര വിരിച്ചാലും അതാ ഇതിൻ്റെ വിരിക്കുന്നവിടെ എത്ര ഒരു നീറ്റ്നെസ് നമ്മളൊന്നും വിരിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ ചിലപ്പം വേറെ ആൾക്കാർക്കൊക്കെ വിരിച്ചാൽ നല്ല നീറ്റ്നെസ്സൊക്കെ ഉണ്ടാകും, വിരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. എനിക്ക് ആ ഒരു കഴിവില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനി ആരെങ്കിലും റൂമിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വൃത്തിക്ക് ഇതെന്ത് ഇങ്ങനെ കിടക്കുന്നതെന്നൊരു തോന്നാതിരിക്കാൻ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രാവിലെ എണീറ്റ് ബെഡ് വിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ബെഡിൻ്റെ കവർ ഇങ്ങോട്ട് വിരിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും. എന്തായാലും ഞാൻ ബെഡ് വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൈഡിലൊരു ജനലുണ്ടായിരുന്നു, സോ പുറത്തെ കാഴ്ചകൾ കാണാൻ. കാരണം നല്ല മഴയുണ്ടായിരുന്നു. സോ ആ മഴയ്ക്ക് എന്ത് കാഴ്ച കിട്ടാൻ, നല്ല വൈബ് കിട്ടുന്ന കാഴ്ചയാണോ എന്ന് അറിയാൻ ഇങ്ങനെ തുറന്ന് കുറച്ച് നോക്കുകയാണ്. പക്ഷെ ആ സാധനം കേട്ടൻ മേലോട്ട് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മേലോട്ടൊക്കെ ആക്കി. കാരണം നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർ കളിക്കാനുള്ള സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ ചാറുന്നുണ്ടായിരുന്നു. സോ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. വേറൊരു ജനലുണ്ടായിരുന്നു, അത് തുറന്നപ്പോൾ കാറൊക്കെ കണ്ടത്. പിന്നെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഈ ചൂട് വെള്ളം കിട്ടും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ നമ്മുടെ ഈ വാഷ് ബേസിൻ പോലത്തൊരു സാധനം ആ പൈപ്പ് തുറന്നത്. പക്ഷേ അത് കൊടും തണുപ്പായി പോയി. കുളിക്കാനുള്ള വെള്ളം ഭാഗ്യത്തിന് ചൂടുവെള്ളമായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഞാനിങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പാതി റിലേ പോയിട്ടിരിക്കുകയായിരുന്നു. കാരണം 1:30 മണിക്കാണ് കിടന്ന് ഉറങ്ങിയത് തന്നെ. അത് രാവിലെ പിന്നെ ചാടി 6:58 കണ്ണ് തുറന്നു, പല്ലൊക്കെ തേച്ച് ഇരിക്കുന്ന വെള്ളമെല്ലാം കുടിച്ച് തീർത്ത് അങ്ങനെ ഗെറ്റിംഗ് റെഡി ഫോർ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുളി, തേവാരം, അങ്ങനത്തെ കലാപരിപാടി എല്ലാം കഴിഞ്ഞു. സോ ഇനി 8 മണിയാവാറായി. ഗെറ്റ് സെറ്റ് റെഡി. അപ്പോൾ റെഡിയായി. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. സമയം 8 മണി കഴിഞ്ഞു. സോ ടാറ്റാ. പെട്ടെന്ന് കഴിച്ചിറങ്ങി പുറത്ത് വന്നപ്പോൾ ഹെവി മഴ, വണ്ടിയും വന്നില്ല. സോ ഒന്നും നോക്കിയില്ല, നേരെ റൂമിൽ ഒന്നുകൂടെ ഒന്ന് കയറി ഒന്നുകൂടെ ഒന്ന് ഫ്രഷായി ഒരു മിറർ സെൽഫിയും കൂടെ എടുത്തിട്ട് നേരെ നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോയി. ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്റർ കൊച്ചിയിലാണ്, കൊച്ചി ഇൻ്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡ്. അത് വൈകുന്നേരം വരത്തെ ക്ലാസ്സാണ്. പിന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് വീണ്ടും റൂമിലോട്ട്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ട്രെയിനിങ് ഡേ 1 ആണ്. കുളിയെല്ലാം കഴിഞ്ഞു. ഇന്ന് നേരത്തെ വിട്ടു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട്. ഞാനൊരു ഏത്തയ്ക്ക തിന്നാനുള്ള പരിപാടിയില്ല. ഇത് മുറിച്ചിട്ട് മുറിയുന്ന പോലും ഒരു ചായയും കൂടെ കുടിച്ചാലോ എന്നും കൂടെ ആലോചനയുണ്ട്. ഒരു ചായ കുടിക്കണം, ഒരു ഏത്തയ്ക്ക കഴിക്കണം. കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്തോണം ക്ഷീണം. ഇന്നലെ കുളിച്ചപ്പോൾ നല്ല ചൂടുവെള്ളം കിട്ടി. പക്ഷെ ഇന്ന് ചൂടുവെള്ളം പ്രതീക്ഷിച്ച് വന്നത്, പക്ഷെ എന്തോ പൈപ്പ് എങ്ങനെ തിരിച്ചിട്ടും ചൂടുവെള്ളം വരുന്നില്ല. തണുപ്പ് തന്നെ വരുന്നത്. വേറെ ഇവിടെ എറണാകുളത്ത് നല്ല മഴയും തണുപ്പും ഒക്കെയാണ്. ഞാൻ വീട്ടിൽ വിളിച്ചപ്പം, അവിടെ ട്രിവാൻഡ്രത്ത് വിളിച്ചപ്പം അവിടെ മൂടിക്കിടക്കുകയാണ്, മഴ പെയ്യുന്നില്ല ആ വീടിൻ്റെ ഭാഗത്ത്. കോട്ടയത്തും മഴയാണ്, കൊച്ചിയിലും മഴയാണ്. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കാമെന്ന് വിചാരിച്ചത്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇന്നലെ തല നനച്ചില്ല. ഇനി ഞാൻ തല നനച്ചു, പക്ഷേ ബാറ്റില്ല. അത് പറഞ്ഞപ്പോഴാണ് ഒരിടത്ത് പോയിട്ട് ചൂടുവെള്ളം കിട്ടുന്നില്ല എന്ന് പറയണം.
പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു സിനിമ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ദേവദൂതൻ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. തിരിച്ച് ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോഴെങ്കിലും കാണാൻ പറ്റണം. അപ്പോൾ ഉണ്ടാവും, അതിന് മുമ്പ് പോവായിരിക്കും. ദേവദൂതനും മണിച്ചിത്രത്താഴും റീ റിലീസും എനിക്ക് പെൻഡിങ് ആണ്. മണിച്ചിത്രത്താഴ് എന്തായാലും കാണാൻ പറ്റും, കാണും. ദേവദൂതൻ അറിയത്തില്ല കാണാൻ പറ്റുമോ എന്ന്. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഒരു ചായ ഇട്ട് കുടിക്കണം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഫോണിൽ ചാർജുണ്ട്. കഴിക്കണം. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഡിന്നറിന് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. വീട്ടിൽ വിളിച്ചു സംസാരിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണോ ചോദിച്ചാൽ കുഴപ്പമില്ല, ഇഷ്ടക്കേടൊന്നുമില്ല. ഇരിക്കേണ്ട വന്നിരിക്കും. ടി വി ഇരിപ്പുണ്ട്, സിനിമ കാണാൻ തോന്നുന്നില്ല, ടി വി വെക്കാനേ തോന്നുന്നില്ല. അപ്പോഴാ സിനിമ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ കൊച്ചിയിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഐ തോട്ട് ക്ഷീണമെല്ലാം കാണാം, കാരണം ഞാൻ നേരത്തെ കിടന്നങ്ങ് ഉറങ്ങുമായിരിക്കുന്നു. പക്ഷെ ഞാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും 1:30 മണി വരെ തിരിഞ്ഞു മറിഞ്ഞ് 1 മണി 1:30 വരെ ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു. കിടക്കാൻ സുഖമൊക്കെയാണ്, കട്ടിലൊക്കെ ഓക്കെയാണ്. എസിക്ക് എ സി, ഫാന്. അത് പിന്നെ ഞാൻ എ സി ഓഫാക്കി നോക്കി ഉറങ്ങാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ ഫാൻ ഓഫാക്കി നോക്കി. അവസാനം 2 നിർത്തി 2 ഓണാക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയോ കിടന്നുറങ്ങി. തല വെക്കേണ്ടടുത്ത് കാലി വെക്കേണ്ടടുത്ത് തലയും അങ്ങനെയൊക്കെ കിടന്നത്. ഉടനെ വേറെ തല വേറെയൊക്കെ ആയിട്ട്. പക്ഷേ കുറച്ചുറക്കം കിട്ടി. ബെഡ് മാറി കിടക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ കിടക്ക മാറി കിടക്കേണ്ട ഒരവസ്ഥ വന്നാൽ ഉറക്കം നഷ്ടപ്പെടുന്ന എനി പീപ്പിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അയ്യോ ചായ ഇട്ട് കുടിക്കട്ടെ. ബൈ. അത് പക്ഷെ ശ്രദ്ധിക്കാതെ നമ്മൾ കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വ്ലോഗിംഗ് ആണ്. ഇഷ്ടം സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ചു. തിരിച്ച് റൂമിൽ വന്നു, വീണ്ടും ഫ്രഷായി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അപ്പുറത്ത് ഡെങ്കു റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ നമ്മൾ കഴിച്ചതിന് ശേഷം, വൈകിട്ടത്തെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നടന്നു. ഇനി ഏതെങ്കിലും ഡെങ്കു പരത്തുന്ന കൊതുക് സൈഡ് വഴി പോയിട്ടുണ്ടെങ്കിൽ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഒന്ന് ഫ്രഷായിട്ടാണ് കിടക്കാൻ പോകുന്നത്. ഇന്നലെ ഇതുപോലെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പോയാൽ ഞാൻ ഉറങ്ങിയത് 1:30 മണി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു മറിഞ്ഞു. ഞാൻ ഇന്നും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് എപ്പോൾ ഉറങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇനി പ്രത്യേകിച്ച് വേറെ വീഡിയോസൊന്നും എടുക്കാനില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് പതിവ് പോലെ തന്നെ പറയാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ഐ നീഡ് മോർ ദാൻ ദിസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.